എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫിലിം ക്വിസിലേക്ക് സ്വാഗതം. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളാം പൂക്കാലത്തിൻ്റെ ഏറ്റവും ഇന്ന് സത്യത്തിൽ ക്വിസ് ടൈം എന്ന് പറഞ്ഞ പ്രോഗ്രാമൊന്നും പ്ലാൻ ചെയ്തിരുന്നതല്ല. ഇങ്ങനെ ഒരു ഫിലിം ക്വിസുമായിട്ട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കിച്ചുവിൽ നിന്ന് എത്താനാകാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ക്വിസുമായി ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും ആദ്യം തന്നെ ഈ പരിപാടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഇത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഷൈജു ടി പി തീർച്ചയായും ഈ പരിപാടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കിച്ചുവിന് ഇന്ന് പരിപാടി അവതരിപ്പിക്കാനാവില്ല എന്ന് അറിയിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടിയുമായി എത്തിയിട്ടുള്ളത്. തീർച്ചയായും എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഫിലിം ക്വിസിൽ RJ ഷായുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇവിടെ വരുന്നവരൊക്കെ തന്നെ ഷെയർ ചെയ്യുക. ഒരു 10 പേരായിട്ടേ ക്വിസ് തുടങ്ങത്തുള്ളൂ. 10 പേരെങ്കിലും മിനിമം ഇല്ലെങ്കിൽ ക്വിസിനൊരു സുഖം ഉണ്ടാവില്ല. തീർച്ചയായും എല്ലാവരും എത്തിച്ചേരണം. എല്ലാവരും എത്തുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിരിക്കാം. തീർച്ചയായും മോഹൻലാലിൻ്റെ പുതിയ സിനിമ വരുന്നുണ്ട്. കലാമണ്ഡലം ഗോപിയും മോഹൻലാലും നെടുമുടി വേണുവും ഒക്കെ ഒന്നിക്കുന്ന ആറാട്ടെന്ന സിനിമ വരുന്നുണ്ട്. ഷൈജു ടി പി സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഷൈജു ഇന്ന് കിച്ചുവിൻ്റെ പരിപാടിയാണ്, കിണികിണി ടോക്സ് ആണ്. ഇന്നലെ കോട്ടയം ന്യൂസ് എത്തിയതാണ്. ഇന്നും ചില അതിഥികളെയൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് കിച്ചുവിന് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വിസ് പ്രോഗ്രാമുമായി ഞാൻ എത്തിയിട്ടുള്ളത്. തീർച്ചയായും പരിപാടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. ഇതൊരു കിടിലൻ നല്ല വൈറൽ FM മൈ FM 99.7 നമ്മളാം പൂക്കാലം. 5 പേരായിട്ടുണ്ട്. ഒരു 10 പേരെങ്കിലും ഇല്ലാതെ ക്വിസ് പ്രോഗ്രാം തുടങ്ങാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും എല്ലാവരും പങ്കെടുക്കണം. ഇന്ന് പ്രത്യേക പരിപാടിയാണ്. ഇന്ന് കിച്ചുവിൻ്റെ അസാന്നിധ്യത്തിൽ ഒരു ക്വിസ് പ്രോഗ്രാമുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ലളിതമായ ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും 10 പേരാകുമ്പോൾ കൃത്യമായിട്ട് പരിപാടി തുടങ്ങും. 10 പേരെങ്കിലും ലൈവിലില്ലാതെ നമ്മളെങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ചെയ്യുക? അപ്പോൾ ഇവിടെ അബിന്ദി അജിത്ത് എത്തി, എല്ലാവരെയും ടാഗ് ചെയ്യുന്നുണ്ട്. റംസാനക്കര, ഭാസ്കർ ആരോളി വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇന്നത്തെ ഏറ്റവും വലിയ വിവാദം സലീം കുമാറിനെ IFFKയുടെ ഇതിൽ ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയവുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സലീം കുമാറിനെ മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. എല്ലാവരും റെഡിയാണോ? ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ന് ഫിലിം ക്വിസുമായിട്ട് നിങ്ങളോടൊപ്പം ചേരുന്നത് RJ ഷായാണ്. ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളാം പൂക്കാലത്തിൻ്റെ ഫിലിം ക്വിസിലേക്ക്. ഫിലിം ക്വിസ് വളരെ ലളിതമായ ചില സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുക. ആദ്യ ചോദ്യത്തിലേക്ക് പോവാം. പിന്നെ എല്ലാവരും സഹകരിക്കുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ആദ്യത്തെ ചോദ്യം വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇവിടെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ സിനിമ മോഹൻലാലും ശാരിയും നായകന്മാരായിട്ട് അഭിനയിച്ചിട്ടുള്ള പ്രശസ്തമായ സിനിമയാണ്. ആ സിനിമയുടെ സംവിധായകൻ ആരാണെന്നാണ് ചോദ്യം. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയുടെ സംവിധായകൻ ഓപ്ഷൻ A ഭരതൻ, ഓപ്ഷൻ B പത്മരാജൻ, ഓപ്ഷൻ C സിബി മലയിൽ. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന മോഹൻലാലും ശാരിയും നായകന്മാരായിട്ട് അഭിനയിച്ച ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണെന്നാണ് എൻ്റെ ചോദ്യം. ഓപ്ഷൻ A ഭരതൻ, ഓപ്ഷൻ B പത്മരാജൻ, ഓപ്ഷൻ C സിബി മലയിൽ. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ബൈബിളിലെ 2 കഥാപാത്രങ്ങൾ, സോളമൻ എന്ന് പറയുന്ന ഉത്തമഗീതത്തിലെ സോളമൻ്റെ വചനങ്ങളൊക്കെ ആ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം, അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിവള്ളികൾ തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂത്തുവോ എന്നും നോക്കാം, അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ സ്നേഹം തരും എന്ന ബൈബിളിലെ ശലോമോൻ്റെ ഉത്തമഗീതങ്ങളിലെ വാക്യങ്ങൾ. ഞാൻ ചിരിച്ചത് ഇവിടെ അറിയാവുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന മോഹൻലാലും ശാരിയും നായകന്മാരായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയുടെ സംവിധായകൻ ആരാണെന്നാണ്. ഓപ്ഷൻ ഒരിക്കൽ കൂടി പറയാം. A ഭരതൻ, B പത്മരാജൻ, C സിബി മലയിൽ. തീർച്ചയായും
നമുക്ക് ഏറെ ഗൃഹാതുരത്വം നിറഞ്ഞൊരു സിനിമയായിരുന്നു നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന, ഒരുപാട് പേരുടെ കലാലയ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു പ്രത്യേക മൂഡിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ള ഒട്ടനവധി ചലച്ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളുടെ സംവിധായകൻ ആരാണെന്നാണ് ചോദ്യം. എ ഭരതൻ. ഇവിടെ ഉത്തരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇവിടെ ആദ്യം തന്നെ പത്മരാജൻ എന്ന് പറഞ്ഞത് നീതു നെൽസൺ ആണ്. ഹായ് അറിയിച്ചുകൊണ്ട് ഷാൻ ബദറുദ്ദീൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ബിന്ദിയാജിത്ത് നമസ്കാരം പറയുന്നുണ്ട്. ഷൈജു ടി പി ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. പത്മരാജൻ എന്ന് ബിന്ദിയാജിത്ത് പറയുന്നുണ്ട്. ഷൈജു ടി പി സ്നേഹം അറിയിക്കുന്നുണ്ട്. ഹായ് ഷാമോൻ ജി എന്ന് വിളിച്ചുകൊണ്ട് ബിന്ദു മുരളി ഇവിടെ എത്തിയിട്ടുണ്ട്. ഷൈജു ടി പി ഫന്റാസ്റ്റിക് വോയിസ് എന്ന് പറയുന്നുണ്ട്. ദീപ ആർ ബി എന്ന് പറയുന്നുണ്ട്. പത്മരാജൻ എന്ന് ഹംസാനക്കരയും പറയുന്നുണ്ട്. ജെ കെ തൃശൂർ എ എന്ന് പറയുന്നുണ്ട്. ബിന്ദു മുരളി ബി എന്ന് പറയുന്നുണ്ട്. ചോദ്യങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഉത്തരം അറിയണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ബിന്ദിയാജിത്ത് ഹംസാജിയോട്. ടൈം ഔട്ട് പറഞ്ഞു ഷൈജു ടി പി ടൈം ഔട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ നീതു നെൽസൺ മറ്റൊരു വിവരം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. കെ സുധാകർ അതിൻ്റെ ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാമെന്ന നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. അത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കെ സുധാകരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. നീതു നെൽസൺ ഓർമ്മപ്പെടുത്തിയതിന് നന്ദി. ഇതിൻ്റെ ഉത്തരം പത്മരാജൻ തന്നെയാണ്. മലയാളത്തിൻ്റെ വിഖ്യാതമായ ഒട്ടനവധി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള തൂവാനത്തുമ്പികളും നൊമ്പരത്തിപ്പൂവും അപരനും ഞാൻ ഗന്ധർവനുമൊക്കെ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള പത്മരാജൻ്റെ ചലച്ചിത്രമാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. പത്മരാജൻ തന്നെ രചന നിർവഹിച്ച് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. തീർച്ചയായും ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഉത്തരങ്ങൾ പങ്കുവെച്ച എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുകയാണ്. ഒരുപാട് പ്രിയപ്പെട്ടവർ ശരിയുത്തരം നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരാൾ ബിന്ദു മുരളി ശരിയുത്തരമാണ് നൽകിയത്. ജെ കെ തൃശൂരിന് ഉത്തരം തെറ്റിപ്പോയി. ദീപ ആർ ശരിയുത്തരമാണ് നൽകിയത്. ഹംസ അനക്കര ശരിയുത്തരമാണ് നൽകിയത്. പ്രിയപ്പെട്ട ബിന്ദിയാജിത്ത് ശരിയുത്തരമാണ്. ഷൈജു ടി പി ശരിയുത്തരമാണ്. നീതു നെൽസണും ശരിയുത്തരമാണ് നൽകിയത്. എല്ലാ ശരിയുത്തരം പറഞ്ഞ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പോൾ IFFK നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പല സ്ഥലങ്ങളിലായിട്ടാണ് നടക്കുന്നത്. തിരുവനന്തപുരത്തും എറണാകുളത്തും തലശ്ശേരിയിലുമൊക്കെ ഇത്തവണ ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പം ഫെസ്റ്റിവൽ നാളത്തെ തിരുവനന്തപുരം കഴിഞ്ഞു, നാളെ എറണാകുളം തുടങ്ങുകയാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് പോവാം. എത്രാമത്തെ IFFK ആണ് നടക്കുന്നത്? എത്രാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, അതായത് അന്തർദേശീയ ചലച്ചിത്രമേള ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ എറണാകുളത്ത് തുടങ്ങുകയാണ്. എത്രാമത്തെ ചലച്ചിത്രമേളയാണ് നടക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 23ാമത്തത്, ഓപ്ഷൻ ബി 35, ഓപ്ഷൻ സി 25. ഓപ്ഷൻ എ 23ാമത്തെ ചലച്ചിത്രമേള, ഓപ്ഷൻ ബി 35ാമത്തെ ചലച്ചിത്രമേള, ഓപ്ഷൻ സി 25ാമത്തെ ചലച്ചിത്രമേള. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന IFFK എത്രാമത്തെ IFFK ആണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. 23ാമത്തതാണോ, 25ാമത്തതാണോ, 35ാമത്തെയാണോ? ഓപ്ഷൻ എ 23, ഓപ്ഷൻ ബി 35, ഓപ്ഷൻ സി 25. ഇതാണ് ചോദ്യം. അപ്പോൾ IFFKയുടെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉത്തരങ്ങൾ വരട്ടെ. ഇപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് സാധാരണ IFFK നടക്കാറുള്ളതെങ്കിലും ഇത്തവണ ആളുകളുടെ ബാഹുല്യം കുറയ്ക്കുന്നതിന് വേണ്ടി 3ആയി ഡിവൈഡ് ചെയ്താണ് IFFK നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സെഗ്മെന്റ് കഴിഞ്ഞു. ഇപ്പോൾ എറണാകുളത്ത് നാളെ തുടങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സലീം കുമാറിനെ ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ട വിവാദം അറിയാവുന്നവർക്ക് ഉത്തരം തെറ്റാൻ സാധ്യതയില്ല. എന്തായാലും എല്ലാവരുടെയും ഉത്തരങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ ജെ കെ തൃശ്ശൂർ ഇതിനുമുമ്പ് നിഷ വിമൽ പത്മരാജൻ എന്നുള്ള ആൻസർ നൽകിയിരുന്നു. നിഷ ശരി ഉത്തരമാണ്. കൺഗ്രാജുലേഷൻസ്. കഴിഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ജെ കെ തൃശ്ശൂർ 25 എന്ന് പറയുന്നുണ്ട്. നീതു നെൽസൺ 23ാമത്തെ IFFK ആണെന്ന് പറയുന്നുണ്ട്. ഷൈജു ടി പിയും 23ാമത്തെ IFFK ആണെന്നാണ് പറയുന്നത്. ബിന്ദിയാജിത്ത് 23ാമത്തെ IFFK ആണെന്ന് പറയുന്നു. ദിവ്യ സുരേഷ് പറയുന്നതും 25ാമത്തെ IFFK ആണെന്ന് അറിയിക്കുന്നുണ്ട്. ഷാൻ ബദറുദ്ദീൻ ഹായ് ബിന്ദു എന്ന് പറയുന്നുണ്ട്. മോള് വന്നിട്ടുണ്ട് ബിന്ദിയ, അന്നേരം കുറച്ച് ബിസിയാണ്. മോള് വന്നിട്ടുണ്ട്, ബിസിയാണെന്ന് ബിന്ദു മുരളി അറിയിക്കുന്നുണ്ട്. 23ാമത്തെ IFFK ആണെന്നാണ് നിഷ വിമലും പറയുന്നത്. ബിന്ദു മുരളി 23ാമത്തെ ആണെന്ന് പറയുന്നുണ്ട്. ദിവ്യ സുരേഷ് ആയി അറിയിക്കുന്നുണ്ട്. ഷൈജു ടി പി ടൈം ഔട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും ആൻസർ പറയാനുണ്ടോ? ദിവ്യ സുരേഷ് തന്നെയാണോ, ദിവ്യ ടീച്ചർ തന്നെയാണോ, അതോ
മകളാണോ, നമ്മുടെ കൃഷ്ണകുട്ടിയാണോ, ആരാണ് പിന്നെ ആ പ്രൊഫൈലുള്ളതെന്ന് അറിയിക്കണം. എൻ്റെ ചോദ്യം IFFK എത്രാമത്തെ IFFK ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. IFFK ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഉത്തരം പറയാമല്ലോ, അത് എറണാകുളത്ത് ഞാൻ വരുന്നുണ്ടെന്ന് ജിതിനാർ പണിക്കർ അറിയിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ദിവസങ്ങളിൽ ജിതിൻ വരികയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് കാണാം. ഞാൻ IFFK പോകുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. ജിതിൻ വരുന്ന ദിവസം പറയുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം. ഞാൻ കൃഷ്ണയാണെങ്കിൽ എന്ന് ദിവ്യ സുരേഷ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന IFFK ഹംസാനക്കര 23 പറഞ്ഞിരിക്കുകയാണ്. 25ാമത്തെ IFFK ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹംസക തെറ്റാണ് ഉത്തരം. 25ാമത്തെ IFFK ആണ്. 25 വിളക്കുകൾ തെളിച്ചുകൊണ്ട് പ്രതീകാത്മകമായിട്ടാണ് ഇത്തവണത്തെ IFFK തുടങ്ങിയത് തന്നെ. അതുപോലെ ഇപ്പോൾ എറണാകുളത്ത് തുടങ്ങുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 25ഓളം ദീപങ്ങൾ തെളിച്ചുകൊണ്ടാണ് അത് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. ബിന്ദു മുരളിയുടെ ഉത്തരം തെറ്റായിരുന്നു. നിഷാ വിമൽ 23 എന്നാണ് പറഞ്ഞത്, തെറ്റാണ്. സുനിത ശരി ഉത്തരമാണ് പറഞ്ഞത്, അല്ല സുനിതയും ആണ് പറഞ്ഞത്, 23 തെറ്റാണ്. 25 എന്ന് കൃത്യമായി ഉത്തരം നൽകിയത് ദിവ്യ സുരേഷ് ആണ്. നമ്മുടെ കൃഷ്ണക്കുട്ടി ശരി ഉത്തരമാണ് പറഞ്ഞത്. JK തൃശൂർ ശരി ഉത്തരമാണ് പറഞ്ഞത്. അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെ സന്തോഷം ശരി ഉത്തരം നൽകിയ ഓരോ പ്രിയപ്പെട്ടവർക്കും. അനീഷ് ഖാൻ ഇവിടെ ഹാഷാ ബ്രദർ എന്ന് വിളിക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ അനീഷിനെ സ്വാഗതം ചെയ്യുകയാണ്. ധനേഷ് കാലിക്കട്ടിനെ സ്വാഗതം ചെയ്യുന്നു. ധനേഷ്, നമ്മളിവിടെ ഒരു ചെറിയ ലളിതമായ ഫിലിം ക്വിസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് തിരക്കഥയ്ക്ക്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. തിരക്കഥയ്ക്ക് MT വാസുദേവൻ നായർക്ക് ദേശീയ അവാർഡ് ലഭിച്ച ചലച്ചിത്രം ഏതാണെന്നാണ് ചോദ്യം. തിരക്കഥയ്ക്ക് MT വാസുദേവൻ നായർക്ക് ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ച ചിത്രം ഏതാണെന്നാണ് ചോദ്യം. A വടക്കൻ വീരഗാഥ, B സതയം, C പഴശ്ശിരാജ. ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കാം. തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് MT വാസുദേവൻ നായർക്ക് ലഭിച്ച ചലച്ചിത്രം ഏതാണെന്നാണ് എൻ്റെ ചോദ്യം. ഓപ്ഷൻ A വടക്കൻ വീരഗാഥ, ഓപ്ഷൻ B സതയം, ഓപ്ഷൻ C പഴശ്ശിരാജ. അനീഷ് ഖാൻ ഹായ് ഷാണ് എന്ന് വിളിക്കുന്നുണ്ട്. അനീഷ് ഖാൻ മികച്ചൊരു ആർജയാണ്. അനീഷിന്റെ കവർ ഫോട്ടോയിൽ തന്നെ കാണാം. ഇന്നലെ രഞ്ജിനി ഹരിദാസുമായി കരുനാഗപ്പള്ളിക്കടുത്ത് ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്തിട്ടുണ്ട്. മികച്ചൊരു ഗായകനാണ്. നമ്മുടെ വീഡിയോ ലൈവിൽ എത്തിയിട്ടുള്ള ആളാണ് അനീഷ് ഖാൻ. RJ അനീഷ് എന്ന പേരിൽ ടൈം പാസ് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി അനീഷ് ഖാനെ സ്വാഗതം ചെയ്യുകയാണ്. ഷൈജു എവിടെയാണെന്ന് വിന്ധ്യാജിത്ത് ചോദിക്കുന്നുണ്ട്. JK തൃശൂർ A എന്ന് പറയുന്നുണ്ട്. ഷൈജു TP A എന്നാണ് പറയുന്നത്. നീതു നെൽസണും A എന്ന് പറയുന്നു. വിന്ധ്യാജിത്ത് A എന്നാണ് പറയുന്നത്. ബിന്ദു മുരളി A എന്ന് പറയുന്നു. തിരക്കഥയ്ക്ക് MT വാസുദേവൻ നായർക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ഓപ്ഷൻ A വടക്കൻ വീരഗാഥ, ഓപ്ഷൻ B സതയം, ഓപ്ഷൻ C പഴശ്ശിരാജ. പഴശ്ശിരാജ, സതയം, വടക്കൻ വീരഗാഥ. വടക്കൻ വീരഗാഥ എന്ന ചലച്ചിത്രം കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. എനിക്കേറെ ഇഷ്ടമുള്ള സിനിമയാണ് സതയം എന്ന സിനിമ. MT വാസുദേവൻ നായരുടെ കഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റീഡിംഗ് ടൈമിൽ നമ്മളൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. നിഷാ വിമൽ A അറിയിക്കുന്നുണ്ട്. ഷീജ ജയദേവൻ A അറിയിക്കുന്നുണ്ട്. ലൈവിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഷീജയെ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. സുനിത ഇവിടെ എത്തിയിട്ടുണ്ട്. സുനിത യും സ്വാഗതം ചെയ്യാണ്. എല്ലാവരും ഉത്തരം A ആണ് പറഞ്ഞിരിക്കുന്നത്. A ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. MT വാസുദേവൻ നായർക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച ചിത്രം വടക്കൻ വീരഗാഥ തന്നെയാണ്. ഉത്തരം പറഞ്ഞ ഷീജ ജയദേവന്, സുനിതയ്ക്ക്, നിഷാ വിമലിന്, ബിന്ദു മുരളിക്ക്, ബിന്ധ്യ അജിത്തിന്, ഷൈജു TPക്ക്, നീതു നെൽസന്, JK തൃശൂരിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. വെച്ച് താമസിപ്പിക്കുന്നില്ല. തീർച്ചയായും എല്ലാവരും പരിപാടി ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അനീഷ് ഖാനും പരിപാടിയിൽ പങ്കെടുക്കാം. എൻ്റെ അടുത്ത ചോദ്യം, ജയറാമിനെ നിങ്ങൾക്കറിയാം. ജയറാം എന്ന ചലച്ചിത്ര താരം, അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ ഏതാണെന്നാണ് ചോദ്യം. ജയറാമിന്റെ ആദ്യ ചലച്ചിത്രം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ A അപരൻ, ഓപ്ഷൻ B മൂന്നാം പക്കം, ഓപ്ഷൻ C ചാണക്യൻ. ജയറാം എന്ന ചലച്ചിത്ര താരത്തിന്റെ ആദ്യ ചലച്ചിത്രം ഏതാണെന്നാണ് എൻ്റെ ചോദ്യം. ഓപ്ഷൻ A അപരൻ, ഓപ്ഷൻ B മൂന്നാം പക്കം, ഓപ്ഷൻ C ചാണക്യൻ. ധനേഷ് കാലിക്കട്ട് ഇവിടെ ഉത്തരം നൽകിയിട്ടുള്ളത് ഏത് സിനിമയാണെന്ന്, ഏതിന്റെ ഉത്തരമാണെന്ന് പറയണം. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണോ ഇതിന് മുമ്പത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണോ എന്ന് ധനേഷ് കാലിക്കട്ട് വ്യക്തമാക്കണം. ദിവ്യ സുരേഷ് സതയം എന്ന് പറയുന്നുണ്ട്. തെറ്റുത്തരമാണ് മോളെ. വടക്കൻ വീരഗാഥയായിരുന്നു. ഉത്തരം കിട്ടാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ്. ഇവിടെ ധനേഷ് കാലിക്കട്ട് A പറയുന്നുണ്ട്. ധനേഷിന്റെ ഉത്തരം കുറച്ച് നേരത്തെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ധനേഷ് ഈ പറയുന്ന ഉത്തരം കഴിഞ്ഞ ചോദ്യത്തിൻ്റെതാണോ ഈ ചോദ്യത്തിൻ്റെതാണോ എന്ന് വ്യക്തമാക്കണം. ജയറാമിന്റെ ആദ്യ ചലച്ചിത്രം ഏതാണെന്നാണ് ചോദ്യം. ജയറാമിന്റെ ആദ്യ ചലച്ചിത്രം ഏതാണ്? ഓപ്ഷൻ A അപരൻ, ഓപ്ഷൻ B മൂന്നാം പക്കം, ഓപ്ഷൻ C ചാണക്യൻ. ഏതാണ് ആദ്യ ചലച്ചിത്രം എന്നുള്ളതാണ്. ജയറാമിന്റെ ആദ്യത്തെ സിനിമ ഏതാണെന്നാണ് ചോദ്യം. ഷൈജു TP C എന്ന് പറയുന്നുണ്ട്. വിന്ധ്യാജിത്ത് C എന്ന് പറയുന്നുണ്ട്. ബിന്ദു മുരളി C എന്ന് പറയുന്നുണ്ട്. ചാണക്യനാണ് ഒരു 3 പേരും പറഞ്ഞത്. ഷീജ
ജയദേവൻ പറയുന്നത് അപരനാണ്, ദിവ്യ സുരേഷും അപരൻ എന്നാണ് പറയുന്നത്, സുനിത അപരൻ പറയുന്നു, JK തൃശൂർ അപരൻ എന്ന് പറയുന്നുണ്ട്, ഹംസ അനക്കര C ചാണക്യൻ എന്നാണ് പറയുന്നത്. ഈ പരിപാടി താൽക്കാലികമായി സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്, കിച്ചുവിന്റെ അസാന്നിധ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷമുള്ള ക്വിസ് പ്രോഗ്രാം ആരും മിസ് ചെയ്യരുത്. ഇതിനകത്ത് സിൽവർ ക്രൗണും ഗോൾഡൻ ക്രൗണും ഒന്നും ഇല്ല ഹംസാജി. ഇതിന് ശേഷം നമ്മുടെ പിള്ളേരെത്തുന്നുണ്ട്, അതാരും മറന്നു പോരുത്. തീർച്ചയായും ഇവിടെ എത്തണം. കിച്ചു എത്തിയിട്ടുണ്ട്, കിച്ചു കിടുവെന്ന് പറയുന്നുണ്ട്. അപരൻ എന്ന് ജിതിനാർ പണിക്കരും പറയുന്നുണ്ട്. കിച്ചുവിന് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടെന്നൊക്കെ അറിയിച്ചത് കൊണ്ടാണ് ഈ പരിപാടിയിൽ ഇങ്ങനെ ഒരു പരിപാടിയുമായി ഞാൻ എത്തിയത്. പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല, ബുദ്ധിമുട്ടാണ് എന്ന് അറിയിച്ചത് കൊണ്ടാണ്. തീർച്ചയായും നമ്മളാം പൂക്കാലത്തിന്റെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ നെടുംതൂണായി മാറിയ നിങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട കിച്ചുവിന്റെ അസാന്നിധ്യത്തിലാണ് എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കേണ്ടി വന്നത്. എന്തായാലും ഈ പരിപാടിക്ക് നിങ്ങൾ നൽകിയ ജനകീയതയ്ക്ക് സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ അപരൻ എന്ന ഉത്തരം നൽകിയിട്ടത് ആരൊക്കെയാണ്? ഓപ്ഷൻ C ചാണക്യൻ. നിശാവിമലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് കേട്ടില്ല. ആദ്യം തന്നെ നീതുവിന്റെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നീതു പറഞ്ഞത് ഞാൻ കേട്ടു, നീതു പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞവരെല്ലാവരും തന്നെ കൃത്യ ഉത്തരമാണ്. അപരൻ എന്ന പത്മരാജൻ സിനിമയിലൂടെയാണ് ജയറാം മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. ജയറാമിന്റെ ആദ്യ സിനിമ അപരൻ എന്ന സിനിമയാണ്. അപരനിൽ ഡബിൾ റോളിൽ ജയറാം എത്തുന്നുണ്ട്. ഒരാൾ മരണപ്പെട്ടു പോകുന്ന കഥ ഓർമ്മയുള്ളവർക്കറിയാം. മൂന്നാം പക്കവും പത്മരാജന്റെ സിനിമയായിരുന്നു. അപരൻ ശേഷമാണ് മൂന്നാം പക്കത്തിൽ അഭിനയിക്കുന്നത്. ചാണക്യം രാജീവ് കുമാർ സംവിധാനം ചെയ്ത സിനിമയും അതിനുശേഷം ആ കാലഘട്ടത്തിലുള്ള ജയറാമിന്റെ മറ്റൊരു സിനിമയായിരുന്നു. ചാണക്യനിലൂടെയാണ് വളരെ ശ്രദ്ധേയമായ ചില ശബ്ദങ്ങൾ അനുകരിച്ചുകൊണ്ട് പിന്നെ ജയറാം എത്തുന്നത്. ജയറാം അതിനകത്ത് കമലഹാസന്റെ ശബ്ദവും അതുപോലെ തന്നെ തിലകന്റെ ശബ്ദവും ഒക്കെ അനുകരിക്കുന്നുണ്ട്. ആ ചിത്രം ഏറെ ശ്രദ്ധേയമായതാണ്. മിമിക്രിയുടെ സാധ്യതകൾ കണക്കിലാക്കിക്കൊണ്ടാണ് അന്ന് ആ സിനിമ പ്രിയപ്പെട്ട രാജീവ് കുമാർ ഒരുക്കിയത്. രാജീവ് കുമാർ സാർ തന്നെയാണ് ഇപ്പോൾ അമ്മയുടെ ഏറ്റവും പുതിയ ചലച്ചിത്രം സംവിധാനം ചെയ്യുന്നത്. എന്തായാലും ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ആരൊക്കെയാണ് ഉത്തരങ്ങൾ നൽകിയതെന്ന് നോക്കട്ടെ. അപരൻ എന്ന ഉത്തരം നൽകിയത് പ്രിയപ്പെട്ട ചില ഓർമ്മകളിലൂടെ കൂടെ കടന്നു പോവുകയാണ്. ഇവിടെ ഷൈജു TP എന്താ പറയുന്നത്? അഡ്രസ്സ്, സ്ട്രീറ്റ്, സിറ്റി, കൺട്രി, പ്രോവിൻസ്, പോസ്റ്റൽ കോഡ്. ഇതിനിടയ്ക്ക് വേറെ എന്തൊക്കെയോ അയക്കുകയോ കോപ്പി ചെയ്തൊക്കെ ചെയ്തിട്ട് അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷാമോൻജിക്ക് സ്പീഡ് കൂടുതലാണെന്ന് പറയുന്നുണ്ട് ബിന്ദു മുരളി. ഞാൻ സ്പീഡ് കുറയ്ക്കാം. തീർച്ചയായും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. കാരണം കിച്ചുവിന്റെ അസാന്നിധ്യത്തിൽ ആണ് ഞാൻ ഇങ്ങനൊരു പരിപാടിയുമായി എത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് പരിചയക്കുറവുള്ള മേഖലയാണ്. ഞാൻ ക്വിസൊന്നും അവതരിപ്പിച്ചിട്ടുള്ള ആളല്ല. ആദ്യമായിട്ടാണ് ഞാൻ ക്വിസ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏവരും വളരെ ക്ഷമയോടുകൂടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ അപരൻ എന്നുള്ള ഉത്തരം, ജയറാമിന്റെ ആദ്യ സിനിമ അപരൻ എന്നുള്ള ഉത്തരം നൽകിയ എല്ലാവരോടും സ്നേഹം അറിയിക്കുകയാണ്, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ജയറാം ഡബിൾ റോൾ ആണെന്ന് ജിതിനാർ പണിക്കർ പറയുന്നുണ്ട്. അതെ, നിഷാവിമൽ C പറഞ്ഞിരുന്നു. ജിതിനാർ പണിക്കർ അപരനാണ് പറഞ്ഞത്. ഹംസാനക്കരയ്ക്ക് തെറ്റി ചാണക്യനാണ് പറഞ്ഞത്. JK തൃശൂർ A ആണ് പറഞ്ഞത്. അപരനെന്ന് ദിവ്യ സുരേഷ് പറഞ്ഞു. ആശംസകൾ അറിയിക്കുകയാണ് കൃഷ്ണമോളെ. ഷീല ജയദേവനും A ആണ് പറഞ്ഞത്. ബിന്ദു മുരളിക്കും ബിന്ദുരാജിത്തിനും ഷൈജു TPക്കും ഒക്കെ തെറ്റി. അപരൻ നീതു നെൽസൺ അപരൻ പറഞ്ഞിരുന്നു. അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നീതുവിനെ പ്രത്യേകമായിട്ട്. ഇവിടെ ഹംസാനക്കര പറയുന്നു, ഞാൻ ഇരുന്നുറങ്ങിക്കൊണ്ടിരിക്കുക, ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോഴാണ് പെട്ടെന്ന് ഉത്തരം പറയുന്നത്, അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. തീർച്ചയായും ഇതിനു ശേഷവും നമ്മുടെ പരിപാടിയുണ്ട്, ആമീൻ തുമ്പി അവതരിപ്പിക്കുന്ന ക്വിസ് പ്രോഗ്രാം ഉണ്ട്, അതിന് ഉറങ്ങാതിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജഗദീഷ് പ്രധാന വേഷത്തിൽ അഭിനയിച്ച രാഷ്ട്രീയ ചിത്രം ഏതാണ്? ജഗദീഷ് പ്രധാന വേഷത്തിൽ അഭിനയിച്ച രാഷ്ട്രീയ ചിത്രം ഏതാണ്? A ഏകലവ്യൻ, B സ്ത്രീധനം, C സ്ഥലത്തെ പ്രധാന പയ്യൻസ്. ജഗദീഷ് നായകനായി പ്രധാന വേഷത്തിൽ അഭിനയിച്ച രാഷ്ട്രീയ ചിത്രം ഏതാണ്? A ഏകലവ്യൻ, B സ്ത്രീധനം, C സ്ഥലത്തെ പ്രധാന പയ്യൻസ്. സന്തോഷ് മലയാറ്റിൽ ഇവിടെ ശുഭരാത്രി അറിയിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇവിടെ ശുഭരാത്രി പറയുന്ന സ്ഥലമല്ല, ഇത് ക്വിസ് പ്രോഗ്രാമാണ്. ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതിനുശേഷവും പരിപാടികളുണ്ട്. തീർച്ചയായും ഇവിടെ നമ്മുടെ പരിപാടികൾ ശുഭരാത്രി പറയാനുള്ള വേദിയാക്കരുത്. ശുഭരാത്രി പറയുന്നതിന് വേണ്ടി പ്രത്യേകമായൊരു പരിപാടി 11 മണിക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. ശുഭരാത്രി ഗീതങ്ങൾ എന്നാണ് ആ പരിപാടിയുടെ പേര്. ഇരയമ്മൻ തമ്പിയുടെ വിഖ്യാതമായ താരാട്ടുപാട്ട് ഓമനത്തിങ്കൾ കിടാവോ, കണ്ണേ ഉറങ്ങുറങ്ങ്, താമരക്കണ്ണൻ ഉറങ്ങണം തുടങ്ങി അതുപോലെ കിച്ചു എഴുതിയിട്ടുള്ള ഒരു താരാട്ടുപാട്ടും ഒക്കെ ഉൾപ്പെടുത്തിയിരുന്നു. അവിടെ ശുഭരാത്രി പറയാവുന്നതാണ്. ഇപ്പോൾ ഇത് പരിപാടി നടക്കുന്ന സ്ഥലമാണ്. സന്തോഷ് മലയാറ്റിലിന്റെ ശുഭരാത്രിക്ക് മറുപടിയായിട്ടാണ് പറയുന്നത്. ദയവായി ഇത് ശുഭരാത്രി പറയുന്ന വേദിയായിട്ട് ആരും ഉപയോഗിക്കരുത്. ഇതിനുശേഷവും നമുക്ക് പരിപാടികളുണ്ട് എന്നറിയിക്കുകയാണ്. ഇതിനുശേഷം തുമ്പി മാമിയും അവതരിപ്പിക്കുന്ന ക്വിസ് പ്രോഗ്രാം ഉണ്ട്. ബിന്ദുരാജിത്ത് പണിയുണ്ടോ ചൂട്ടാൻ ചോദിക്കുന്നുണ്ട്. കഴിക്കാൻ തുടങ്ങുക ചേച്ചി എന്ന് പറയുന്നുണ്ട്. കിച്ചു പോയി റെസ്റ്റ് എടുക്കൂ എന്ന് പറയുന്നുണ്ട് ഷൈജു TP. തീർച്ചയായും
കിഷു ഇതുപോലെ റെസ്റ്റിലായാലും ആയില്ലെങ്കിലും ഞാൻ ഈ പരിപാടിയുമായി വീണ്ടും എത്തും. നിങ്ങൾ നൽകുന്ന ആത്മവിശ്വാസമാണ് എൻ്റെ വിജയം. സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന ഉത്തരം നീതു നെൽസൺ നൽകുന്നുണ്ട്. സന്തോഷ് മലയാറ്റിലും ഉത്തരം പറയുന്നുണ്ട്. ഉത്തരം പറയുന്നതിന് മുമ്പാണോ ഗുഡ് നൈറ്റ് പറഞ്ഞത്? സന്തോഷ് മലയാറ്റിലെ സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന സന്തോഷ് മലയാറ്റിലും പറയുന്നുണ്ട്. ഷൈജു ടി പി സി എന്ന് പറയുന്നുണ്ട്. ഷീജ ദേവദേവൻ സി എന്ന് പറയുന്നുണ്ട്. ഹായ് അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് ചിന്നുകുട്ടി എത്തിയിട്ടുണ്ട്. ഹായ് ഷാ എന്ന് വിളിച്ചുകൊണ്ട് സിറാജ് ശാരംഗപാണി എത്തിയിട്ടുണ്ട്. ബിന്ദു മുരളി സി എന്ന് പറയുന്നുണ്ട്. അഞ്ജന ബിനു ഹായ് അറിയിക്കുന്നുണ്ട്. ജിൻസി ബിനു, അതായത് നമ്മുടെ ചിന്നുകുട്ടിയും സി പറയുന്നുണ്ട്. സി ആണല്ലോ എല്ലാവരും പറയുന്നത്. ചെറിയൊരു അസ്വസ്ഥത മാത്രമേ ഉള്ളൂ എന്ന് അറിയിക്കുന്നുണ്ട്. കിഷോര സതീഷ് തിലകം. ഹംസ അനക്കര സി പറയുന്നുണ്ട്. അവസാനം ഞാൻ വന്നു ചേച്ചി, ഓഫീസിൽ നിന്ന് എത്താൻ വൈകിയെന്ന് പറയുന്നുണ്ട് ബിന്ദിയാജിത്ത്. ഇതെന്താ ഇങ്ങനെ ഒരു പരിപാടി, അടിപൊളി എന്ന് പറയുന്നുണ്ട് പ്രകാശ് സാമുവൽ. തീർച്ചയായും പ്രകാശ് സാമുവൽ ഇവിടെ എത്തിയതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം സി എ പറയുന്നുണ്ട്. എല്ലാവരും സി ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അധികം സിനിമകളിലൊന്നും ജഗദീഷ് അങ്ങനെ തിളങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം വളരെ സിമ്പിളായി പോയി എന്ന് തോന്നുന്നു. ജഗദീഷ് പ്രധാന വേഷത്തിൽ അഭിനയിച്ച രാഷ്ട്രീയ ചിത്രം പിന്നെ ഈ സിനിമ തന്നെയായിരുന്നു. സ്ഥലത്തെ പ്രധാന പയ്യൻസ് തന്നെയായിരുന്നു. ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. JK തൃശ്ശൂരും പറഞ്ഞിട്ടുണ്ട്, അല്പം വൈകിയാണെങ്കിലും. സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ഷാജി കൈലാസ് ആയിരുന്നു. ആ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത് രഞ്ജി പണിക്കരായിരുന്നു. ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയ സിനിമകളിലൂടെ തിളങ്ങിക്കൊണ്ടായിരുന്നു. രഞ്ജി പണിക്കരും ഷാജി കൈലാസുമുള്ള കോമ്പിനേഷനിൽ ഒട്ടനവധി സിനിമകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കമ്മീഷണറും തലസ്ഥാനവും ഏകലവ്യനും മാഫിയയും ഒക്കെ ഉൾപ്പെടെ ഒട്ടനവധി ചലച്ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾക്കിടയിൽ എടുത്ത ഒരു സിനിമ തന്നെയാണ് സ്ഥലത്തെ പ്രധാന പയ്യൻസിൽ ജഗദീഷായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമകളിലൊക്കെ തിളങ്ങിയ നരേന്ദ്ര പ്രസാദ് എന്ന നടനെ നീതു നെൽസൺ ഓർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ സ്ഥലത്തെ പ്രധാന പയ്യൻസിൽ ഒരു സുപ്രധാന വേഷത്തിൽ സുരേഷ് ഗോപിയും എത്തുന്നുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. തീർച്ചയായും എൻ്റെ കയ്യിൽ ഇന്നത്തെ ദിവസം ചോദ്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് വിവരണങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത്. തീർച്ചയായും ഞാൻ ചോദ്യങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ചോദിക്കുമെന്ന് അറിയിക്കുകയാണ്. പിന്നെ അതോടൊപ്പം മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. തീർച്ചയായും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. അടുത്ത ചോദ്യം സുജേഷ് ഹരി ആണ് ഇത്തവണത്തെ ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടിയ ഗാനരചയിതാവ് സുജേഷ് ഹരിയാണ്. സുജേഷ് ഹരിയുടെ പാട്ടിന്റെ 2 വേർഷനുകൾക്കാണ് അവാർഡ് ലഭിച്ചത്. പുലരിപ്പൂ പോലെ ചിരിച്ചാൽ എന്ന് തുടങ്ങുന്ന പാട്ട്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ എത്താം. അതിനു മുമ്പായി ഈ ഗാനം മുമ്പ് ഒരു ആൽബമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഗാനമാണ്. ഈ ഗാനം ഏത് സിനിമയിലാണ് ഉൾപ്പെടുത്തിയത്? ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് സുജേഷ് ഹരിക്ക് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ എ അയ്യപ്പനും കോശിയും, ഓപ്ഷൻ ബി സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ, ഓപ്ഷൻ സി സ്നേഹവന്ദനം. സുജേഷ് ഹരിക്ക് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ച ചിത്രം ഏതെന്നായിരുന്നു എന്റെ ചോദ്യം. ഓപ്ഷൻ എ അയ്യപ്പനും കോശിയും, ഓപ്ഷൻ ബി സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ, ഓപ്ഷൻ സി സ്നേഹവന്ദനം. ഇവിടെ അങ്ങനെ അമ്പട മനമേ, ഇന്നൊരു ദിവസം മതി. നാളെ ഈ സമയത്ത് കമന്റ് ബോക്സിൽ മാത്രമേ കാണാവൂ. അത്ര അടിപൊളി ആവണ്ടെന്ന് പറഞ്ഞിട്ട് തീർച്ചയായും ഫിലിം ക്വിസിന് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. വരും ദിവസങ്ങളിലും തീർച്ചയായും ഇത്തരം പരിപാടികൾ, പുതിയ പരിപാടികൾ സജ്ജീകരിച്ചുകൊണ്ട് നമ്മളാം പൂക്കാലത്തിന്റെ ലൈവിൽ എത്തുമെന്ന് അറിയിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന ഉത്തരം തന്നെയാണ് ജിതിനാർ പണിക്കർ നൽകിയിട്ടുള്ളത്. നീതു നെൽസണും അതേ ഉത്തരം നൽകുന്നുണ്ട്. JK തൃശ്ശൂർ പറയുന്നത് അയ്യപ്പനും കോശിയും എന്നാണ്. ഷൈജു TP B എന്ന് ഉത്തരം നൽകുന്നുണ്ട്. സുനിത B എന്നാണ് നൽകുന്നത്. ജിൻസി ബിനു B എന്ന് ഉത്തരം പറയുന്നുണ്ട്. തീർച്ചയായും വിശ്വസിക്കുമെന്ന് നീതു നെൽസൺ അറിയിക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ ഷീജ ജയദേവനും B എന്നുള്ള ഉത്തരമാണ് നൽകുന്നത്. എന്തായാലും സുജേഷ് ഹരിക്ക് മികച്ച ഗാനരചയിതാവ്, ഞാൻ വളരെ അഭിമാനത്തോടെ പറയാം, കൊട്ടാരക്കരക്കാരനാണ്. എൻ്റെ വീടിനടുത്തുനിന്ന് 3 കിലോമീറ്റർ അകലെയാണ് സുജേഷ് ഹരിയുടെ വീട്. മുമ്പൊരിക്കൽ നമ്മുടെ നിസാമൊക്കെ പാട്ട് അവതരിപ്പിച്ചിരുന്ന സമയത്ത് സുജേഷിനെ നമ്മുടെ ഒരു ലൈവിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നു. സുജേഷ് ഹരി കഴിഞ്ഞ ദിവസം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേരിട്ട് മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങുകയുണ്ടായി. B ഉത്തരം ഷീജ ജയദേവന് നൽകുന്നുണ്ട്. നിഷ വിമൽ നൽകുന്നുണ്ട്. ഹംസാനക്കരയും ഉത്തരം B ആണ് നൽകുന്നത്. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ. സിറാജ് ശാനകവാണിയും B ആണ് നൽകുന്നത്. ബിന്ദു മുരളിയും B ആണ് നൽകുന്നത്. ബിന്ദിയാജിത്ത് പറയുന്നുണ്ട്, ഞാൻ ഓർത്തു ഇപ്പോൾ എന്തെങ്കിലും സത്യം വെളിപ്പെടുത്തുമെന്ന്. എന്തായാലും
ഉത്തരം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ബി തന്നെയാണ് ഉത്തരം. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന സിനിമയുടെ പേര് പറഞ്ഞിട്ടുള്ള ആളുകൾ ബിന്ദു മുരളി പറഞ്ഞിട്ടുണ്ട്, സിറാജ് സാരംഗവാണി പറഞ്ഞിട്ടുണ്ട്, ഹംസ ആനക്കര പറഞ്ഞിട്ടുണ്ട്, നിഷ വിമൽ പറഞ്ഞിട്ടുണ്ട്, ഷീജ ജയദേവൻ പറഞ്ഞിട്ടുണ്ട്, ജിൻസി ബിനു നമ്മുടെ ചിന്നുകുട്ടി പറഞ്ഞിട്ടുണ്ട്, സുനിത പറഞ്ഞിട്ടുണ്ട്, ബിന്ധ്യാജിത്ത് പറഞ്ഞിട്ടുണ്ട്, ഷൈജു TP പറഞ്ഞിട്ടുണ്ട്, JK തൃശ്ശൂർ പറഞ്ഞിട്ടുണ്ട്, നീതു നെൽസൺ പറഞ്ഞിട്ടുണ്ട്, ജിതിനാർ പണിക്കരും ബി എന്നുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതെ, ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM മൈ FM 99.7 നമ്മളാം പൂക്കാലം. അതെ, ഇവിടെ സുനിത പറയുന്നുണ്ട് സുജേഷ് എൻ്റെ നാട്ടുകാരനാണ്. അതെ, സുജേഷ് പെരുങ്കുളത്തുകാരനാണ്, എനിക്കറിയാം. അവിടുന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ഞാൻ താമസിക്കുന്നതിനടുത്താണല്ലോ, അറിയാമല്ലോ, നമ്മളൊക്കെ ഒരു നാട്ടുകാരാണല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം, ഈ അടുത്ത കാലത്ത് സൂപ്പർ ഹിറ്റായി മാറിയ വെള്ളം എന്ന സിനിമയുടെ സംവിധായകൻ ആരാണെന്നാണ് എൻ്റെ ചോദ്യം. ജയസൂര്യ നായകനായിട്ടുള്ള വെള്ളം എന്ന സിനിമ സംവിധാനം ചെയ്ത സംവിധായകൻ്റെ പേരാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ A B ഉണ്ണികൃഷ്ണൻ, ഓപ്ഷൻ B രഞ്ജിത് ശങ്കർ, ഓപ്ഷൻ C പ്രജേഷ് സെൻ. ഇതാണ് ചോദ്യം. വെള്ളം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. B ഉണ്ണികൃഷ്ണൻ, രഞ്ജിത് ശങ്കർ, പ്രജേഷ് സെൻ. ഓപ്ഷൻ A B ഉണ്ണികൃഷ്ണൻ, ഓപ്ഷൻ B രഞ്ജിത് ശങ്കർ, ഓപ്ഷൻ C പ്രജേഷ് സെൻ. വെള്ളം എന്ന സിനിമ സംവിധാനം ചെയ്ത സംവിധായകന്റെ പേരാണ് ഞാൻ ചോദിച്ചത്. വെള്ളം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ളതിലേറെ ശ്രദ്ധേയമായൊരു സിനിമയാണ്. ജയസൂര്യ അഭിനയിച്ച സിനിമ മുരളി എന്ന അമിത മദ്യപാനിയായ ഒരു മനുഷ്യന്റെ കഥ പറയുന്ന സിനിമയായിരുന്നു. മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മിക്കവാറും അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. വളരെ ലളിതമായ ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. തീർച്ചയായും വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങളുമായി ഞാൻ വരും ദിവസങ്ങളിൽ എത്തും. കാരണം ഇത് വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തതായതുകൊണ്ട് തീർത്തും ലളിതമായി പോയി എന്നുള്ളൊരു വിഷമമുണ്ട്. ഇവിടെ ഷീജ ജയദേവൻ C പറയുന്നുണ്ട്, നീതു നെൽസൺ പ്രജേഷ് സെൻ എന്ന് പറയുന്നുണ്ട്, ഷൈജു TP C അറിയിക്കുന്നുണ്ട്, ബിന്ധ്യാജിത്ത് C അറിയിക്കുന്നുണ്ട്, സുനിത C അറിയിക്കുന്നുണ്ട്, ഹംസാനക്കര C അറിയിക്കുന്നുണ്ട്, നിഷ വിമൽ C അറിയിക്കുന്നുണ്ട്, സിറാജ് സാരംഗവാണി C അറിയിക്കുന്നുണ്ട്. എല്ലാവരും C ആണ് ഉത്തരം പറയുന്നത്. ഇനി ആരെങ്കിലും ഉത്തരം പറയാനുണ്ടോ? ഉത്തരം പറയാനുണ്ടെങ്കിൽ പറയണം. തീർച്ചയായിട്ടും വെള്ളം എന്ന സിനിമ ജയസൂര്യ നായകനായിട്ടുള്ള സിനിമ ഏറെ ശ്രദ്ധേയമായൊരു സിനിമയാണ്. കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നപ്പോൾ നമ്മുടെ ആകാശ് പറയുന്നുണ്ടായിരുന്നു, വേണ്ട തുടർന്നാട്ടെ നിറയെ ആരാധകരുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ടൈമിനെ കുറിച്ച് ഷൈജു TP ബോധർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് ബിന്ദു ചേച്ചിയുടെ മറുപടി വന്നത്, ബിന്ദു ചേച്ചിയുടെ ഉത്തരം വന്നത്. ബിന്ദു മുരളി C എന്ന് ഉത്തരം നൽകുന്നുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ ഉത്തരം അറിയിക്കട്ടെ. പ്രജേഷ് സെന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. C ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കിച്ചു പ്രോഗ്രാം അവതരിപ്പിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കിച്ചുവിൻ്റെ ശാരീരിക സ്ഥിതിയിൽ മാറ്റം വന്നു. ദയവിടെ ഇപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പരിപാടി അരമണിക്കൂറിൽ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായും കിണികിണി ടോക്സുമായിട്ട് കിച്ചു എത്തുന്നുണ്ട്. കിച്ചു ഇന്നും ചില സർപ്രൈസ് അതിഥികളുമായിട്ടാണ് എത്തുന്നത്. ഈ ഇപ്പോൾ 9:30 മുതൽ 10 മണി വരെ കിച്ചുവിൻ്റെ കിണികിണി ടോക്സ് ഉണ്ടായിരിക്കുന്നതാണ്. കിച്ചു ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ സഹകരിച്ച എല്ലാവരോടും സ്നേഹം അറിയിക്കുകയാണ്. ഇന്ന് ഉത്തരം പറഞ്ഞ ഫിലിം ക്വിസിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം അറിയിക്കുന്നുണ്ട്. കിച്ചു ഉടൻ തന്നെ നിങ്ങളോടൊപ്പം ചേരും. കിണികിണി ടോക്സുമായിട്ട് കിച്ചു എത്തുന്നുണ്ട്. ആരും പോരുത്, കിച്ചു എത്തുന്നതാണ്. താങ്ക് യു.